സ്വാഗതം. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ടാരോ ഉപയോഗിക്കുന്നത്, കാർഡ് റീഡിങ് എപ്പോഴൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ, നമുക്കിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് നോക്കാം. കാർഡ് സ്പ്രെഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്, നമുക്ക് ഫസ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, 5 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഒരു രീതിയിലാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 5 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡ് മീൻ ചെയ്യുന്നത്, ഇപ്പോൾ മോസ്റ്റ്ലി റിലേഷൻഷിപ്പിലുള്ളവരുടെ സ്ഥിതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് എവിടെയോ വന്നിട്ടുണ്ട്. ഇതെല്ലാവർക്കും റെസൊനേറ്റ് അല്ല കേട്ടോ, റെസൊനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി. അപ്പോൾ കുറച്ച് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്ക് തർക്കങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു ഒത്തൊരുമയില്ലാതെയുള്ള സംസാരങ്ങൾ, വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പാർട്ട്ണറാണെങ്കിൽ കുറച്ച് അബ്യൂസീവ് ആയിട്ടുണ്ട്, ഒരു ചെറിയ രീതിയിലുള്ള ഉപദ്രവങ്ങളും മെൻ്റലി ഫിസിക്കലി ടോർച്ചറൊക്കെ ചെയ്തിട്ടുള്ള ഒരു അബ്യൂസീവ് ആയിട്ടുള്ള പാർട്ട്ണറായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരാൾ ഒന്ന് സംസാരിച്ച് ഒക്കെ തീർപ്പാക്കാമെന്ന് വിചാരിച്ചാലും പാർട്ട്ണർ റെഡി ആവുന്നില്ല, എന്ത് ചെയ്താലും ഒത്തുതീർപ്പാക്കാനായിട്ട് റെഡിയോ ആവുന്നില്ല ആൾ. അപ്പം അങ്ങനൊരു സിറ്റുവേഷനാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളത് കിട്ടിയിരിക്കുന്നത് ദ ലവേഴ്സ് കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനപരമായിട്ട് സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി പോകണം, റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകണം എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലുള്ള റിലേഷൻഷിപ്പ്. കെയർ ചെയ്യുക, അങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇനി പാർട്ട്ണറുടെ എങ്ങനെയാണ് കാഴ്ചപ്പാടെന്ന് വെച്ച് നോക്കുമ്പോൾ കിട്ടിയ കാർഡ് 4 ഓഫ് സോൾസ് ആണ്. അപ്പോൾ പാർട്ട്ണർ എന്താ, ഇത്രയും പ്രശ്നങ്ങളും ഇഷ്യൂസും കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആയിട്ടിരിക്കുന്ന ടൈമിൽ അപ്പോൾ പാർട്ട്ണർ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കുറച്ച് ടൈം എടുക്കാം. ഒരു ഡിസ്കണക്ഷൻ വന്നിട്ടുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺകംഫേർട്ടായിട്ടുണ്ട്, ടയേർഡായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വഴക്കിൻ്റെ ഇടയിൽ. അപ്പോൾ പാർട്ട്ണർ വിചാരിക്കുന്നത് ഇത് കുറച്ച് നാളൊന്ന് വിട്ടു നിന്നിട്ട് ഒന്ന് ആലോചിച്ച് അങ്ങനെ ഒരു റീകണക്ഷനാണ് പാർട്ട്ണറുടെ മൈൻഡിലുള്ളത്. കാരണം ഒരുപാട് പ്രഷറായി കഴിഞ്ഞു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ഇതിൽ. അപ്പോൾ അതാണ് പാർട്ട്ണർ വിചാരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത കാർഡ് എങ്ങനെയാണ്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ്, വാട്ട് ബ്രോട്ട് യു ടുഗദർ, അതെന്താണെന്ന് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് ദ എംപറർ ആണ്. അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഒരാളെ ഇംപ്രസ് ചെയ്യാനും ഇതിൻ്റെ എല്ലാം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് നമുക്ക് കെയറായിട്ട് തോന്നുള്ളൂ. ഈ വഴക്കും ഇതൊക്കെ, അതായത് പിരിഞ്ഞിരിക്കുന്ന ടൈമിൽ നമുക്കെല്ലാം അതൊക്കെ ഓവർ കെയറിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഓവറായിരുന്നു, ചെയ്ത് ടോക്സിക് ആയിരുന്നു, അങ്ങനെ തോന്നിയിരിക്കാം. പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഓക്കെ ആയിരുന്നു. അതായത് ഇപ്പോൾ ഈ പാർട്ട്ണർ ഒരു കൺട്രോളിങ്, അതായത് എല്ലാത്തിനും ഒരു കൺട്രോള് ഇടുന്ന രീതിയിലും, അതായത് അവിടെ പോകണ്ട ഇവിടെ, അതൊക്കെ അപ്പോൾ ഒരു കെയറായിട്ടായിരുന്നു ഫീൽ ചെയ്തത്. പക്ഷേ ഈ ഒരു ടൈമിലാണ്, അതായത് ആ കെയർ അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ അടുത്തിട്ടുള്ളത്. അതായത് ആ ടൈമിൽ, അതായത് റിലേഷൻഷിപ്പിൻ്റെ ആ തുടക്ക സമയങ്ങളിൽ ഇതെങ്ങനെയായിട്ടാണ് തോന്നിയത്, ഓക്കെ ഇത് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആ റിലേഷൻഷിപ്പ് തുടങ്ങിയത് തന്നെ. അപ്പോൾ അവരൊരു സെൽഫ് റെസ്പെക്റ്റ് അതൊന്നും അപ്പം ചിന്തിച്ചിട്ടില്ല, ബൗണ്ടറീസ് ഇട്ടിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഒരു, അതായത് സെൽഫ് റെസ്പെക്റ്റ് പോകുന്ന പോലെ തോന്നുക, ഡിഗ്നിറ്റി ഇല്ലാതെ ഫീൽ ചെയ്യുക, അതൊക്കെ വന്നിട്ടുള്ളത് ഈ വഴക്ക് ഇതെല്ലാം ആയതിനു ശേഷമാണ്. നമുക്കിനി നിയർ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. നിയർ ഫ്യൂച്ചർ കിട്ടിയിരിക്കുന്ന കാർഡ് കിങ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ഈ
അതായത് ഇപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന, അതായത് പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള എല്ലാം ഒരു ലെസൺ ആയിട്ട് എടുക്കാം. കുറച്ചുകൂടെ മെച്യൂർഡായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. ഇനി നിങ്ങളുടെ ഒരു പേഴ്സണൽ ജേണിയിലേക്ക്, നിങ്ങൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ടൈം കുറച്ച്. പിന്നെ അതായത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടുന്നത്, ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതൊക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാം ഒന്നുകൂടെ. ലോങ് ടേം ഫ്യൂച്ചറിൻ്റെ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അത് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ഗ്രോത്ത്, അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സെൽഫ് ലവ്, സ്വയം ഒന്ന് നർച്ചർ ചെയ്യാം, കുറച്ചുകൂടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് എല്ലാം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പാർട്ട്ണർ, കെയറിങ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് മാച്ച് ആവുന്നിട്ടുള്ള രീതിയിലുള്ള പാർട്ട്ണറിനെ എന്തായാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടും. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ ഈ കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് ആണ്. അപ്പോൾ ഇതാണ് ലൈഫ് എന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ നിങ്ങൾക്കുള്ള അനുഭവത്തിൽ നിന്നും എല്ലാം അത് ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട്, ഇപ്പം ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ച് സംസാരിക്കാൻ, ഒത്തുതീർപ്പാക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. അപ്പോൾ ആ ഒരു എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, ആ ഒരു തീരുമാനം